പേയ്മെന്റ് അടക്കുന്നവര് പോസിറ്റീവും പറയുന്നുണ്ട്. അത് തന്നെ ഇപ്പൊ നമ്മളിപ്പോ വലിയ കടകളെ പ്രശ്നം ഇല്ലെന്നും ഞാൻ പറയുന്നുണ്ട് ഒരിക്കലും. അല്ലാതെ ഞാനിപ്പോ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 10-50,000 വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ട് അതിനെപ്പറ്റി നല്ലതാ പറയുന്നെങ്കിൽ ഞാൻ നല്ലത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന്റെ ഫോൾട്ട് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് വീഡിയോ കണ്ടായിരുന്നു കടാവുണ്ട വർത്താനം. എനിക്ക് ആ നാടൻ സ്റ്റൈലിംഗ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ചുമ്മാ ആവശ്യമില്ലാത്ത മേഖലയിലേക്കിട്ടും കൂടെ കൈവച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എറണാകുളത്ത് നിന്ന് ഇവിടെ തപ്പി വരുന്നുണ്ടെങ്കിൽ ഏറ്റവും മെട്രോ സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ ഇവിടെ തപ്പി വന്നത്. അല്ലാതെ അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല. അവിടെ നിന്ന് നിങ്ങൾ ഇവിടെ തപ്പി വരുന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റാണ്. യൂട്യൂബ് ഞാനിങ്ങനെ പലതും തപ്പി അടുത്ത് നിൽക്കാം. വീഡിയോ കണ്ടായിരുന്നു കടാവുണ്ട വർത്താനം. എനിക്ക് ആ നാടൻ സ്റ്റൈലിംഗ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ്. അല്ല അതെന്താന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് ചില ആൾക്കാരൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക്, അതായത് ഞാനിവിടെ സമയം നോക്കാറില്ല. അതായത് എന്താ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിക്ക് സമയം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളത് ഇപ്പം ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചിട്ടും ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ടയർഡായിട്ടോ അല്ല അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ എല്ലാ കാര്യവും എന്തെങ്കിലും ഇതായിട്ട് പറയുന്നത് തോന്നി, അതായത് നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. തോന്നാൻ വഴിയില്ല. ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് സാർ എടുക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് കുറച്ച് അവയർനെസ് കിട്ടിയാൽ നിങ്ങൾ പുറത്തുനിന്ന് അത് എടുത്താലും നാളെ ആ ഒരു ചതി കിട്ടാതിരിക്കും. അത്രയും നമ്മൾ ആലോചിക്കുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും ആലോചിക്കുന്നൊന്നുമില്ല. ഇത് തിരുവാറ്റ. അതുകൊണ്ട് അപ്പം ചിലപ്പോൾ രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇപ്പോൾ ദൂരെ നിന്ന് വരുന്നവർ 1 മണി 12 മണി വരെയൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ നിന്നിട്ട് നമ്മൾ എത്ര പറഞ്ഞാലും ഇവർക്ക് പിന്നെയും ഡൗട്ടുകളായിരിക്കും. എന്നിട്ട് പിന്നെ അവസാനം കൊണ്ട് ഇവർ വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ തകർന്ന് കിടക്കുന്ന ഒരു സാധനം പോയി എടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക്, കാരണം നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടും അവർ പിന്നെയും പോയിട്ട് അത് തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം പോലെ വരും. അന്നേരം റിയാക്ട് ചെയ്യുന്നതാണ്, അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമല്ല. അല്ല അല്ലെങ്കിൽ പലരും ഈ എന്താ ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചിലപ്പം പറയും നമ്മളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട്. സംഗതി പറയുന്നു, അത് കേട്ടോണ്ടിരിക്കുക. ഇല്ലെങ്കിൽ അതായത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരാൾ കമൻറ്റ് ഇട്ടാണ്ട് ആ സ്റ്റൗ, അത് ഇപ്പോൾ ചേച്ചിയൊക്കെ ബുക്ക് ചെയ്യാൻ പോണ സ്റ്റൗ, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് റെയറാണ്, കിട്ടാൻ പാടാണെന്ന്. അത് കിട്ടാൻ പാടാണ്, ആക്ച്വലി അതാണ്. നിങ്ങൾ എവിടെ വേണമെങ്കിലും തപ്പി നോക്കി കിട്ടാൻ പാടാണ്. പക്ഷെ അതിനകത്തൊരു പുള്ളിക്കാരൻ മെസ്സേജ് ഇട്ടിരിക്കുന്നത് കിട്ടാൻ പാടാണ്, പിന്നെ എന്തിനാ റിവ്യൂ ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു ഇതിട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇത്രയേ ഉള്ളൂ, കിട്ടാൻ പാടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം. പക്ഷേ ആർക്കും ഇതുവരെ കിട്ടാതെ പോയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് പുറത്ത് വാങ്ങിക്കാനും ഞാൻ പറയാം. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയും, ചേട്ടാ നിങ്ങൾക്ക് പുറത്ത് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് എടുക്കാം, ഒരു പ്രശ്നം ഇല്ലെന്നും ഞാൻ പറയുന്നുണ്ട് ഒരിക്കലും. അല്ലാതെ ഞാനിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 10-50,000 വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ട് അതിനെപ്പറ്റി നല്ലതാ പറയുന്നെങ്കിൽ ഞാൻ നല്ലത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഫോൾട്ട് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഓക്കെ. ആഹാരം കഴിച്ചില്ലെങ്കിൽ ആഹാരം ഇല്ല, ആഹാരം കഴിക്കുന്നതല്ല ഞാനത് പറഞ്ഞ ഇല്ല. അത് ഞാൻ അതിനെക്കുറിച്ച് ഞാനിപ്പോഴും അത് പറഞ്ഞെങ്കിൽ ഞാനത് കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആ ഒരു ഫീല് വെച്ച് പറയുന്നതല്ല. അതായത് ഞാൻ അങ്ങനെയാണ്. ഞാൻ ഇവിടെ ചിലപ്പോൾ ഇരിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, വൈഫ് കറക്റ്റ് 7 മണിയാകുമ്പോൾ ഷട്ടർ ഇടാനായിട്ട് ബഹളം തുടങ്ങും. പക്ഷേ എനിക്കിവിടെ എത്ര നേരം ഇരുന്നാലും എനിക്ക് അങ്ങനെ ഒരു മടുപ്പൊന്നും തോന്നാറില്ല. ഞാനിവിടെ എത്ര നേരം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടിരിക്കും. എല്ലാവരും അന്ന് കട അടയ്ക്കുന്ന ദിവസമല്ലേ, ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മടുപ്പൊന്നും തോന്നത്തില്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഏതോന്ന് കണ്ടപ്പോഴത്തേന് ഇവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് പറയുന്നുണ്ടേ, ഇവിടെ ആംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞ് സമയമായി എന്ന് പറഞ്ഞു. അന്നേരത്തിന് പറയുന്നുണ്ട്, ചേച്ചി അവിടെ കിടന്ന് ബഹളം വെക്കും, അടച്ചിട്ട് ചെല്ലാൻ പറഞ്ഞുണ്ട്. നമുക്ക് ഇവിടെ കിട്ടി. അവര് ഇപ്പം ആള് വൈഫാണെങ്കിലും അവർക്ക് അവരുടെ ഉപജീവന മാർഗ്ഗമായത്. പക്ഷെ നമ്മളതിനെ അങ്ങനെ കാണുന്ന ആളല്ലാത്തതുകൊണ്ട് നമുക്ക് മടുപ്പ് തോന്നുന്നത്. അതേസമയം നമ്മളതിനൊരു പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ട് മാത്രം കാണുമ്പോഴത്തേക്കിനും നമ്മൾ ആ കറക്റ്റ് ടൈമിൽ വീട്ടിൽ പോകണം, അങ്ങനത്തെയൊക്കെ ഒരു ചിന്ത വരും. അത് പുള്ളി എപ്പോഴും പറയും. ഇപ്പോൾ വൈഫാണേലും എപ്പോഴും പറയും, അച്ഛക്ക് എപ്പോഴും കടയെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, എനിക്കതല്ല, എനിക്കൊരു വീടും കൂടെ ഉണ്ട്, അങ്ങനെയൊക്കെ പുള്ളി പറയാറുണ്ട്. പക്ഷേ ഇത് സംഭവം വാസ്തവം ഇതാണ്. നമുക്കിത് എന്നാ പറയുന്നത്, നമുക്കങ്ങനെ മടുപ്പ് തോന്നത്തില്ല. ഞാൻ ഈ വരുന്ന എല്ലാവരും ഒന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു 70% ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, നമ്മളത് പറയാനൊന്നും പറ്റത്തില്ല ഒരിക്കലും. പക്ഷെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇവർ വരുമ്പം ഇവർ വാങ്ങിക്കുമെന്ന് വിചാരിച്ച ഒരു കാര്യവും പറയാറില്ല.
അവർ പേയ്മെന്റ് അടയ്ക്കുന്നവരെയും അവരെന്റെ കസ്റ്റമർ അല്ലെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അവർ പേയ്മെന്റ് അടയ്ക്കുന്നവര് രണ്ട് കാര്യം, നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. അത് തന്നെ ഇപ്പൊ നമ്മളിപ്പോ വലിയ കടകളെ കുറ്റം പറയുന്നില്ല. ഇപ്പം അവരെ നമുക്ക്, കാരണം ഞാൻ ഇതെല്ലാം കണ്ടു വളർന്നതാ. കാരണം അവർക്ക് ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പണിതാലും പണിതില്ലേലും ഇരുന്നില്ലേലും എല്ലാം ഇവർക്ക് ഇവരുടെ ശമ്പളം കറക്റ്റ് കിട്ടും. പക്ഷെ വലിയ ഷോപ്പിൽ അങ്ങനെയല്ല. അവർക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല, ആ മാസം ശമ്പളം ഇല്ല. അപ്പം അവർ നോക്കുന്നത് ഇപ്പം നിങ്ങളുടെ നല്ലതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. അവർക്ക് ഇത്ര ലക്ഷം രൂപ ഒരു മാസം ടാർഗറ്റ് ഉണ്ട്, അത് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഓണർ, ഇപ്പം ഏത് ഷോപ്പോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ഓണർക്ക് വരുന്ന ഒരു തലേ വരുന്ന ഭാരം എന്ന് പറയുന്നത് 10 ഇരട്ടിയാണ്. നമ്മളിവിടെ 10-30,000 വാടക കൊടുക്കുമ്പോൾ അവർ 30 ലക്ഷം 20 ലക്ഷം വാടക കൊടുക്കുന്നത്. അപ്പോൾ അവരൊരിക്കലും നിങ്ങൾ നന്നാവണമെന്ന് അവർക്ക് ഇതില്ല. അവർക്ക് അവരുടെ ബിസിനസ്, അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല. അതാണ് ഇതിനകത്ത് വ്യത്യാസം. പിന്നെ ഇവിടെ ഈ AC-യുടെ പരിപാടിയില്ലേ? AC നമുക്കുണ്ട്, പക്ഷെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നില്ല. AC-യുടെ കമ്പനിക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവർ തന്നെ വോൾട്ടാസിൻ്റെ ഒക്കെ ഇല്ലേ, AC നല്ല AC ഒക്കെയാണ്. ഈ AC ഒക്കെ അവിടെ നിന്ന് എടുത്തിരിക്കുന്നതാണ്. വോൾട്ടാസിൻ്റെ ഹിറ്റാച്ചിയുടെ AC ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ AC വരുന്നവർക്ക് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പുള്ളി വന്നിട്ട് പറഞ്ഞു AC-യുടെ എൻക്വയറി ഉണ്ടെങ്കിൽ വിട്, നോബിളിൻ്റെ ഇതിൽ തന്നെ വിടാനൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ എന്നെ അറിയപ്പെടുന്നത്, എല്ലാവരും അറിയപ്പെടുന്നത് കിച്ചൻ്റെ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ അറിയപ്പെടുന്നത്. നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത മേഖലയിലേക്കിട്ടും കൂടെ കൈവച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എറണാകുളത്തു നിന്ന് ഇവിടെ തപ്പി വരുന്നുണ്ടെങ്കിൽ ഏറ്റവും മെട്രോ സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ ഇവിടെ തപ്പി വന്നത്. അല്ലാതെ അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല. അവിടെ നിന്ന് നിങ്ങൾ ഇവിടെ തപ്പി വരുന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞു, ഇത് ഇവിടെ ഇഷ്ടം പോലുണ്ടല്ലോ വലിയ കടയല്ല. ഞാൻ പറഞ്ഞു അതല്ല, അവിടെ സെയിൽസ്മാൻ അല്ലേ നീ, സെയിൽസ്മാനാണ്. അവനെ സംബന്ധിച്ച് അവനെ കൊണ്ട് കൊടുത്തിരിക്കുന്ന, അല്ലെ അവന് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന അവൻ്റെ മുതലാളി കൊടുത്തിരിക്കുന്നതാണ്. അതേ പറ്റുള്ളൂ. ഇവിടെ പുള്ളി ബേസിക്കലി ഒരു ടെക്നീഷ്യനാണ്. ഇപ്പൊ തന്നെ ചേച്ചി എത്ര സ്റ്റൗവിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു പോയി. എന്നെ സംബന്ധിച്ച് ചേച്ചി എടുത്ത ഈ നടുക്കത്തെ സ്റ്റൗ ഒഴിച്ച് ബാക്കി എടുത്തത് എല്ലാം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. കാരണം അതെല്ലാം വില കൂടിയ സ്റ്റൗകളാണ്. പക്ഷെ അവസാനം ചേച്ചി ചവിട്ടി തിരിച്ച് അതിനകത്ത് തന്നെ കൊണ്ടുവന്നു. കാരണം നമ്മൾ ആ ആളുടെ ടേസ്റ്റ് അയാൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് അത് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വരുന്നൊരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ, നാളെ ചേച്ചിക്ക് ആ ഒരു സ്റ്റൗ എടുത്താലും ഒരു കംപ്ലൈൻറ്റ്, ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും ചേച്ചിക്ക് ആ മൈൻഡിൽ ആ ഒരു ഇതില്ല. എന്താ പറയുന്നത്, അയ്യോ ഇതിന് ഇങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന ആ ഒരു മൈൻഡ് വരത്തില്ല. ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നാൽ ചേച്ചി വിചാരിക്കുന്നത് ചിലപ്പോൾ എന്നാ അത് കുഴപ്പമില്ല, അത് മാറിക്കോളും എന്ന് വിചാരിക്കും. അതേസമയം ഞാനൊരു കാര്യം പ്രഷർ ചെയ്താൽ ചേച്ചിക്ക് തരുന്നെങ്കിൽ ചേച്ചിയുടെ മനസ്സിൽ ഇത് കിടക്കും. ഇപ്പം നിർബന്ധിച്ചാണ് എനിക്കിത് തന്നെ, എൻ്റെ ദൈവം ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അതാണ് ഈ വ്യത്യാസം രണ്ടും തമ്മിലുള്ള. അത് കണ്ടിട്ട് അതാ ഞാൻ പറഞ്ഞത്. കാരണം കാര്യ മാത്രം പ്രസക്തമായിട്ടെല്ലാം പറയുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവും പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് അത് തന്നെ. പുറത്ത് പോയി ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അത് എല്ലാവരോടും പറയും. ഇവിടെ അത് എത്ര പാതിരയ്ക്ക് വരുന്നവരാണെങ്കിലും ഞാൻ പറയും. ഇപ്പം 12 മണി രാത്രിക്കൊക്കെ വരുന്ന ആളോട് നിങ്ങൾ പുറത്ത് പോയി എടുത്തോളാൻ പറഞ്ഞാൽ തലയ്ക്ക് വട്ടാന്നേ ആൾക്കാർ പറയുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ കഴിഞ്ഞ ദിവസം കൊല്ലത്തുനിന്ന് വന്നോ, ആ ചേട്ടൻ ഇവിടെ 12 മണി വരെ നിന്നിട്ട് ആ ചേച്ചി പൈസ അടയ്ക്കാൻ നിൽക്കുക. പക്ഷേ ചേട്ടൻ അടയ്ക്കത്തില്ല. ചേട്ടൻ പറയുന്നത് എനിക്ക് ഒരു ദിവസം കൂടെ വേണം, നാളെയും കൂടെ ഡിസൈഡ് ചെയ്യണം. പക്ഷെ പുള്ളി എടുത്തില്ല. ഈ ചിമ്മിനി, ആ സ്ലാൻഡിങ് ചിമ്മിനിയാണ്, പുള്ളി അത് എടുത്തില്ല. പുള്ളി ഇപ്പോഴും, ഇന്നലെ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, എടാ നിൻ്റെ ഒരു കസ്റ്റമർ കേരളം മൊത്തം തപ്പി നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആളെ സ്ട്രൈക്ക് ചെയ്തില്ല ആരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എവിടുത്തുകാരനാണ്, കൊല്ലംകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആളാണ്. അപ്പം ആ പുള്ളിയുടെ പ്രശ്നം എന്നായിരുന്നു പറഞ്ഞാൽ, ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പുള്ളിക്ക് പെട്ടെന്ന് 20 ദിവസം കണ്ടേ ഉള്ളൂ. അപ്പോൾ 20 ദിവസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പീസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാനത് ചേട്ടൻ നാളത്തെ കഴിഞ്ഞൊക്കെ ആണെങ്കിൽ വന്നാൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി പറഞ്ഞാൽ ഓക്കെ എന്നും പറഞ്ഞിട്ട് പോവുകയും ചെയ്ത്. പുള്ളി എന്നാ ചെയ്ത്, ഇതിൽ വേറെന്തെങ്കിലും ഓഫർ കിട്ടുമെന്ന് അറിയാനായിരിക്കും പുറത്ത് പോയത്. അപ്പോഴത്തേക്കിനും ഇവിടെ ഇരുന്ന സാധനം കയറി പോവുകയും ചെയ്തു. ആവശ്യക്കാരൻ അതുകൊണ്ട് ഇപ്പോൾ പുള്ളിക്ക് സാധനം ഇല്ലാണ്ട് പുള്ളി തപ്പി നടക്കുകയാണ്. അത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരാൾ എന്നോട് പറഞ്ഞ്, ഇന്ന പോലെ നിൻ്റെ ഒരു കസ്റ്റമർ തപ്പി ഇടമുണ്ടെന്ന്. അപ്പം അവർക്കെല്ലാം അറിയാം. എനിക്ക് ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുമായിട്ട് ലിങ്കുണ്ട്. ഏത് ഷോപ്പുകളാണെങ്കിലും അവിടെ ഉള്ളവരുമായിട്ട് നമുക്കൊരു കണക്ഷനുണ്ട്. കാരണം നമ്മൾ ഈ ടെക്നീഷ്യൻ ആയതുകൊണ്ട് അവരെന്തെങ്കിലും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ നമ്മൾ വിളിക്കും. അപ്പോൾ അവർ പറയും ഇന്ന സ്ഥലത്ത് പോയിട്ട് വന്ന കസ്റ്റമറാണ്, ഇന്ന സ്ഥലത്ത് വന്നെന്നൊക്കെ അവർ നമ്മളോട് പറയും. ഈ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാണ്ട് ഞാൻ ഒത്തിരി വീഡിയോ നോക്കിയപ്പോൾ ഇതിൻ്റെ താഴെ കമൻറ്റിൽ വന്നിട്ട് പലരും ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാണ്. ഞാൻ ഊഹിച്ചിനി കറുകച്ചാലാണോ, ചങ്ങനാശ്ശേരി ആ ഭാഗത്താണോ? അവിടെ ഒന്നും അല്ല. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് പുള്ളി ചോദിക്കുമ്പോൾ പറയും വാട്സപ്പ് ചെയ്യാൻ പറയാണ്, എവിടാന്നുള്ളത് പറയേണ്ടത്. ഞാൻ ഈ ഇടയാണ് ഇപ്പോൾ സാറ് പറഞ്ഞില്ല വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ലെന്ന്. ഞാൻ ഈ ഒരു റീസെൻ്റ് ആയിട്ട് ഒരു 1.5 മാസം ആയുള്ളൂ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് വിളിക്കാനായിട്ട്. കാരണം ആൾക്കാർക്ക് അത്രയും നമുക്കത് അവർ നീഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. പക്ഷേ അതും മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. ചിലരിങ്ങനെ എല്ലാത്തിനും ആരാധകരുണ്ടല്ലോ. ഇത് നമ്മുടെ സംസാരത്തിൻ്റെ ആയിരിക്കാം. ചിലപ്പോൾ ചിലർ വിളിച്ചിട്ട് ചുമ്മാ വിളിക്കും.
ചുമ്മാ വിളിച്ചിട്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല, കാരണം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സംസാരം കേട്ടപ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായി. ഞാൻ അവസാനം ഈ കടയുടെ പേര് നമുക്ക് അറിയത്തില്ലല്ലോ, അപ്പൊ ഇവിടുന്ന് എന്തോ എടുക്കാണ്ട് അപ്പുറത്തോട്ട് പോയി. അതെന്നാന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിലൊന്നും കടയുടെ പേരൊന്നും വെച്ചിട്ട് അന്നേരം ആൾക്കാർ നമ്മളെ വേറെ രീതിയിലേ കാണുള്ളൂ, കാരണം അവൻ കച്ചവടം ഉണ്ടാക്കാൻ ചെയ്യുന്നെന്നുള്ള രീതി വരും. അതുകൊണ്ടാണ് ഞാൻ കടയുടെ പേരൊന്നും പറയാത്തത്. എനിക്ക് തപ്പിപ്പിടിച്ചിട്ട് പറഞ്ഞല്ലോ. അങ്ങനെ ഇതിലൂടെ പോയപ്പോഴത്തേന് ഈ സാം സ്റ്റുഡിയോ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ നോട്ട് ചെയ്തു, ഇനിയിപ്പം കടയുടെ വേണ്ട, ഈ സോം സ്റ്റുഡിയോ തപ്പി വരാമല്ലോ. സാറപ്പം ഇതിലെപ്പോഴും ഉള്ളതാണോ അന്നേരം? അല്ല, ഞാൻ ഇപ്പൊ എനിക്ക് ഈ സാധനം വേണ്ടത് കൊണ്ട് തന്നെ അത് ഞാൻ ഇങ്ങനെ. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ. അല്ലാതെ സെർച്ച് അങ്ങനെ എനിക്കൊരു 3-4 തപ്പിയപ്പോഴാണ് ഇന്നപോലെ 2 കിലോമീറ്റർ ടൗണിൽ നിൽക്കുന്നുള്ളൂ, 2 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. കുടയമ്പടി, പിന്നെയാണ് അയ്മനം കുടയമ്പടി എന്നൊക്കെ കണ്ട്. ബാക്കി പിന്നെ ഗൂഗിൾ ചെയ്യും. ഇതിനകത്ത് കയറിയാൽ ഗൂഗിൾ ചെയ്തിട്ട് സ്റ്റൗ ഗാലറി പ്രീമിയം കിച്ചൺ എന്ന് അടിച്ചു കൊടുക്കണം, അന്നേരം നമ്മുടെ ഇത് കറക്റ്റ് കിട്ടും. അങ്ങനെയായിട്ട് ഇന്നിപ്പോ വന്നത് എങ്ങും പോയില്ല, കൃത്യമായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോകും. ഏതായാലും പുറത്തായി വന്ന കാര്യങ്ങളൊക്കെ കണ്ടു. അല്ല, ഞാൻ പറയില്ല, അത് ഇപ്പോഴും ഞാൻ പറയും, എടുക്കണമെന്ന് പോലും ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല. അത് നിങ്ങളുടെ, അതായത് കസ്റ്റമർ റൈറ്റ്സ് ആണ് ഇവിടുന്ന് എടുക്കണമെന്നുള്ളത്, എങ്ങനെ ചെയ്യണമെന്നുള്ളത് കസ്റ്റമർ റൈറ്റ്സാണ്. അതിനെ നമുക്ക് തിരുത്താനൊന്നും പറ്റത്തില്ല, കാരണം അങ്ങനെ എടുക്കാവുള്ളൂ. അതിപ്പോൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കില്ല. അതിന് എന്നാ പൊന്ന് തുരുക്കി തരുമെന്ന് പറഞ്ഞാലും എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. AC കാണാൻ പറ്റും ചേച്ചി, ഏതൊക്കെ മോഡലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗോഡൗണിൽ പോയാൽ കാണാൻ പറ്റും. പിന്നെ എന്നാ ചെയ്യാനൊക്കെ പറ്റും. ഞാൻ എന്നാന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാത്തതാണ്. ഇപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചേച്ചി ഇവിടെ തപ്പി വരാൻ കാരണം എന്നാന്ന് പറഞ്ഞാൽ കിച്ചൺ മാത്രം ബേസ് ചെയ്താൽ ഇവിടെ വന്നു കഴിഞ്ഞാണ് ചേച്ചി അറിയുന്നത് AC വേണമെങ്കിൽ ചെയ്ത് തരാം എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ പറയുന്നതോട്ട് ACയും ഫ്രിഡ്ജും എല്ലാം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ എനിക്കിതെല്ലാം അറിയാം. പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് ആൾക്കാർക്ക് വേണ്ടത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞത്, ഇപ്പം ഞാനത് ഓപ്പൺ ആയിട്ട് പറയുന്നുള്ളൂ. അതായത് ഞാൻ കിച്ചൺ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഓവനോ അല്ലെങ്കിൽ ഡിഷ് വാഷോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സാറിനാണെങ്കിലും പെട്ടെന്ന് പറയാം, ഇന്ന ആളെ തപ്പിയാൽ അവൻ ഇതെല്ലാം അറിയാൻ പറ്റും, അവൻ ഇത് മാത്രം കൈകാര്യം ചെയ്യുന്നതാണ്. ആക്ച്വലി ഞാനത് മാത്രം കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ സാധാരണ ഒരാൾ പറയുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ പറ്റും. അപ്പോൾ അതേസമയം ACയും ഫ്രിഡ്ജും എല്ലാം കൂടെ ഫ്രിഡ്ജ് നമുക്കുണ്ട്, പക്ഷേ ബിൽറ്റിൻ മാത്രമേ ഉള്ളൂ. മറ്റേ ഓപ്പൺ നോർമൽ ഫ്രിഡ്ജില്ല. ഈ നോർമൽ ഫ്രിഡ്ജും ഈ AC തരുന്നവർ തന്നെ ബെക്കാഡയും ഒക്കെ LG അതൊക്കെ തരാമെന്ന് അവർ പറയുന്നുണ്ട്. നമ്മളിങ്ങനെ സെയിൽസിൻ്റെ ഭാഗത്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം നമ്മളെ തപ്പി വരും ചെയ്യിപ്പിക്കാനായിട്ട്. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഇതുകൊണ്ടാണ്. കാരണം നാളെ ഒരാൾ നമ്മളെ തപ്പി വരുന്നത് ഇതിനായിരിക്കണം, നമ്മൾ ഇന്ന ആളായിട്ടായിരിക്കും പുറത്തറിയേണ്ടത്. അല്ലാതെ നമ്മളെല്ലാം കൂടെ ചുറ്റിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരെ പോലെ നമ്മളായിപ്പോവും. ഒരു കാര്യമില്ല. അത് പറഞ്ഞാൽ അത് ചെയ്തു തരാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ വോൾട്ടാസ് അറിയാമല്ലോ, ബ്രാൻഡ് വൈസ് ആണെങ്കിലും നല്ലതാണ്. ടാറ്റയുടെ പ്രോഡക്റ്റാണ്. കാരിയർ AC ഒക്കെ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ നാളെ വേണമെങ്കിൽ നാളെ എടുത്തു തരാം. ഇനി അഥവാ സ്റ്റോക്കില്ലെങ്കിൽ 2-3 ദിവസം അത്രേ ഉള്ളൂ. അതൊന്നും പ്രശ്നമൊന്നുമില്ല. മോൻ അവിടുന്ന് 2-3 സെലക്ട് ചെയ്തിരിക്കുക. ഒന്ന് പാനാസോണിക്കിൻ്റെയാണ്, പാനാസോണിക്ക് കുഴപ്പമില്ല. LG എടുക്കണ്ട, പാനാസോണിക്ക് കുഴപ്പമില്ല. LG ഫ്രിഡ്ജ് എടുത്തു, AC എടുക്കണ്ട. AC ഒന്നെങ്കിൽ ടാറ്റയുടെ കാരിയറോ അല്ലെങ്കിൽ ബ്ലൂ സ്റ്റാർ അല്ലെങ്കിൽ വോൾട്ടാസ്, ഇതെല്ലാം ഒരാളുടെ സാധനമാണ്, ടാറ്റയുടെ സാധനമാണ്. ടാറ്റയുടെ AC നല്ലതാണ്. ടാറ്റയുടെ തന്നെയാണ് ഇപ്പോൾ ബെക്ക എന്നും പറഞ്ഞൊരു കമ്പനിയുണ്ട്, അതൊക്കെ ടാറ്റ എടുത്തിട്ടുണ്ട്. അതായത് ടാറ്റയുടെ ഓജനറിൽ അത്ര വലിയ സുഖമൊന്നുമില്ല. മിറ്റ്സുബിഷിയും വലിയ കുഴപ്പമില്ല. മിറ്റ്സുബിഷി പക്ഷേ സാറ് ഭയങ്കര വലിയൊരു റൂമൊക്കെ ആണെങ്കിൽ മിറ്റ്സുബിഷിയിലേക്ക് പോയത്, അതായത് കൊമേഴ്ഷ്യൽ പർപ്പസാണ് മിറ്റ്സുബിഷി. ഇപ്പോൾ എനിക്കൊക്കെ മിറ്റ്സുബിഷി ഇവിടെ ഒരെണ്ണം വെച്ചാൽ മതി, ഫുള്ള് കവറാവും. അതുപോലത്തെ സാധനം മിറ്റ്സുബിഷി നല്ല കമ്പനിയാണ്. പക്ഷെ അതുപോലുള്ള ഇപ്പോൾ ഷോപ്പുകളിലാണ് മിറ്റ്സുബിഷിയുടെ ആവശ്യം വരുന്നത്. വീടുകളിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. 110 ഒക്കെ എടുക്കുന്നെങ്കിൽ ഇപ്പോൾ ഇതാ 1.5 ആയത് വോൾട്ടാസാണ്. ഇതുവരെ ഒരു പ്രശ്നവുമില്ല, വലിയ ഇതൊന്നുമില്ല. ശരിയെന്നാ ഇല്ല, അവര് കറക്റ്റ് സമയത്ത് കഴിക്കണം. അല്ല, അവരോട് പുള്ളിയുടെ മുതലാളി പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് സമയത്ത് കഴിച്ചോണമെന്ന്. പുള്ളിക്കാരൻ ഇങ്ങനെയാണ്, നിങ്ങളത് നോക്കണ്ട. അത് കുഴപ്പമില്ല. ഞാൻ അക്കൗണ്ടിൻ്റെ ഇത് സാറിന് അയച്ചു തരാം. എനിക്കൊരു മിസ് കോൾ ഇട്ടാൽ മതി.
ഞാൻ അതാ അയച്ചത്. ഞാൻ ഇപ്പോൾ തന്നെ കേട്ടോ. ആ നമ്പർ കിട്ടിയായിരുന്നോ? ആ ഒരു കാർഡ് കൊടുത്തേക്കോ. ശരി, ആ ഓക്കെ.